അജ്മീറിലെ ഹദുണ്ടി ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. കാലങ്ങളായി നിലനിൽക്കുന്ന ഭൂമി തർക്കം ഒടുക്കം കലാശിച്ചത് കൊലപാതകത്തിലായിരുന്നു. മാർച്ച് 25-നായിരുന്നു ഒരു കുടുംബത്തിലെ ചില ആളുകൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചത്. ആ ആക്രമണത്തിൽ ഷാരൂഖ്, അതുൽ, റഹ്മത്ത് എന്നീ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരിൽ ഷാരൂഖ് ഇന്ന് രാവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. 2 മാസം മുൻപായിരുന്നു മരിച്ച ഷാരൂഖിന്റെ കുടുംബത്തിലെ ബന്ധുക്കൾ ചേർന്ന് ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം ആരംഭിക്കുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെയായി കുടുംബത്തിലെ 25 പേർക്കും പങ്കുള്ള കുറച്ച് ഭൂമിയുണ്ടായിരുന്നു. ഈ ഭൂമി സ്വന്തമാക്കാനായി തുടങ്ങിയ വാക്ക് रंजिश रच के हमारे भाई वैसे मौके पे भी चले गए थे। 4 बजे पुलिस के थाने में चले गए थे। 4 बजे से 2 घंटे वहाँ पुलिस में बैठे रहे, उन्होंने कोई सुनवाई नहीं हुई। 6:30 बजे वो आए रंजिश करके, मेरे भाइयों को अकेला देख के घर में घुस के मेरी भाभी, मेरे बच्चे, मेरे भाई सबको मारा उन्होंने। घर में घुस के सारी वारदात करी। उसके बाद में भी पुलिस ने कोई एक्शन नहीं लिया और वो तोड़ तुड़ा के सबको मार के फिर और कह रहे आपस में तुम्हारी पुलिस में कोई सुनवाई नहीं होगी, आगे हमने बहुत पैसा खुआ रखा है, ऐसा वैसा। उसके बाद के अंदर भी पुलिस, उसके बाद में वारदात होने के बाद 8:30 बजे करीबन पुलिस पहुंची वहाँ पे। हाँ, उसके बाद में ही मैंने 100 नंबर पे कम से करीबन मैंने 3-4 दफा कॉल कर दिया। उसके बाद में भी पुलिस वहाँ पे नहीं पहुंची। 2 മാസമായി ഷാരൂഖിന്റെ മുത്തച്ഛന്റെ ബന്ധുക്കളിൽ ഒരാളുമായി ഭൂമി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ എല്ലാ ദിവസവും വഴക്കിടുന്നതും പതിവായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെ 20-ലധികം പേർ വീട്ടിൽ കയറി തങ്ങളെ ആക്രമിച്ചതാണ് ഒടുക്കം ഷാരൂഖിന്റെ മരണത്തിൽ കലാശിച്ചതെന്നാണ് ഷാരൂഖിന്റെ സഹോദരൻ പറയുന്നത്. മഴുവും വടിയും ഉപയോഗിച്ചായിരുന്നു ആ സംഘത്തിന്റെ ആക്രമണം. ആക്രമണത്തിനിരയായ കുടുംബത്തിന്റെ പക്കൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ മുത്തച്ഛന്റെ ചില ബന്ധുക്കൾ ചേർന്ന് ആ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പരിക്കേറ്റ അതുൽ വ്യക്തമാക്കിയത്. പരിക്കേറ്റ റഹ്മത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളായ സൽമാൻ, അഷ്റഫ്, ഇർഫാൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് മറ്റ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. इसमें ये 25 तारीख की घटना है थाना आदर्श नगर की, जिसमें एक ही कुटुंब का जो लोग बाग थे, जिसमें आपस में कोई जमीनी विवाद को लेकर इनमें आपस में लड़ाई झगड़ा हो गया था, जिसमें कुछ लोगों के चोटें आई है और एफआईआर में हमने प्रकरण पंजीबद्ध कर लिया है। जिसमें एक व्यक्ति है शाहरुख, लगभग उम्र उसकी 27 है, उनका यहाँ पे उनकी कल मृत्यु हो गई है। और बाकी इसमें 3 मुलजिम हमने यहाँ पे डिटेन कर लिया है, सलमान को, अशरफ को, इरफान को। बाकी हमने टीमों का गठन कर रखा है यहाँ पे। सर, परिवार क्या मांग कर रहा है? परिवार से लोगों से भी बातचीत करेंगे। ആക്രമണത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. സംഭവത്തെപ്പറ്റി മാർച്ച് 25-ന് വൈകുന്നേരം 4 ഉയരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും എല്ലാ പ്രതികളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.